എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ സംസാരിക്കുന്നത് നമ്മുടെ പരപ്പനങ്ങാടിയുടെയും അതുപോലെ കൊട്ടന്തലയുടെയും പാലത്തിങ്ങലിൻ്റെയും ഒക്കെ അഭിമാനമായിട്ടുള്ള ഒരു പ്രദേശത്തെ കുറിച്ചിട്ടാണ്. കായലും കനാലും പച്ചപ്പും ഒത്തുചേർന്ന് പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഒരിടം നമ്മുടെ സ്വന്തം കീരനെല്ലൂർ ന്യൂക്കട്ട്. പാലത്തിങ്ങലിന് സമീപം കടലുണ്ടിപ്പുഴയുടെ കഴിവഴികൾ ഒഴുകി നീങ്ങുന്ന ഈ പ്രദേശം ഇന്ന് വെറുമൊരു കനാൽ മാത്രമല്ല, വിനോദസഞ്ചാരികളുടെയും പ്രകൃതി സ്നേഹികളുടെയും ഇഷ്ടകേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ചീർപ്പിങ്ങൽ, മാലദ്വീപ്, കീരനെല്ലൂർ ന്യൂക്കട്ട് എന്നൊക്കെ വിളിക്കുന്ന ഈ മനോഹരമായിട്ടുള്ള തീരം. എന്തുകൊണ്ടാണ് കീരനെല്ലൂർ ന്യൂക്കട്ടിനെ പലരും ഒരു ദ്വീപെന്ന്, മാലദ്വീപ് അല്ലെങ്കിൽ ദ്വീപ് എന്ന് വിളിക്കുന്നതെന്നറിയും? ഇതിൻ്റെ ചുറ്റുവശവും തെളിനീരൊഴുകുന്ന പുഴയുടെ കരഭാഗത്താകട്ടെ പച്ചപ്പട്ട് വിരിച്ച വിരിപ്പുകാടുകൾ. സൂര്യാസ്തമയ സമയത്ത് ഇവിടുത്തെ കാഴ്ച വർണ്ണാതീതമാണ്. ബെഞ്ചാലി പാടശേഖരങ്ങളിലേക്ക് വെള്ളമെത്തിക്കാൻ നിർമ്മിച്ച ഈ ന്യൂക്കട്ട് ഇന്ന് ജൈവവൈവിധ്യത്തിൻ്റെ ഒരു കലവറയാണ്. വഞ്ചി യാത്രയും ചൂണ്ടയിടലും തെങ്ങിൻ തോപ്പുകൾക്കിടയിലൂടെയുള്ള കാറ്റും ഏതൊരു സഞ്ചാരിയുടെ മനസ്സ് നിറക്കും. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യമായ ഒരു ബന്ധത്തിൻ്റെ അടയാളമായിട്ടാണ് ഇന്ന് കീരനെല്ലൂർ ന്യൂക്കട്ട്. അടുത്ത കാലത്തായി കീരനെല്ലൂർ ന്യൂക്കട്ടിന് വലിയ തോതിലുള്ള വികസന സാധ്യതകളാണ് തെളിഞ്ഞു വരുന്നത്. അമൃത് പദ്ധതിയിലൂടെയും മറ്റും ഏകദേശം 1 കോടി രൂപയിലധികം ചിലവഴിച്ചിട്ടുള്ള ടൂറിസം പദ്ധതികൾ ഇവിടെ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നു. വാക്ക്വേകൾ, മനോഹരമായ ലൈറ്റുകൾ, ഇരിപ്പിടങ്ങൾ എന്നിവ സജ്ജമാകുന്നതോടെ ഇതൊരു അന്താരാഷ്ട്ര നിലവാരമുള്ള വിനോദസഞ്ചാര കേന്ദ്രമായി മാറും. ഇത് നമ്മുടെ പ്രദേശത്തെ സാമ്പത്തിക വളർച്ചയ്ക്കും പ്രാദേശിക തൊഴിലവസരങ്ങൾക്കും വലിയ കരുത്തു പകരും. വികസനം വരുമ്പോൾ നാം മറന്നു പോകാത്തൊരു കാര്യമുണ്ട്. അത് നമ്മുടെ പരിസ്ഥിതിയാണ്. ന്യൂക്കട്ടിലേക്ക് എത്തുന്ന സഞ്ചാരികൾ വർദ്ധിക്കുമ്പോൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പുഴയിലേക്ക് എറിയാതിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പ്രദേശം വൃത്തിയായി സൂക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. അടുത്ത തലമുറയ്ക്ക് കൂടി ഈ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ സാധിക്കണം. ചുരുക്കത്തിൽ കീരനെല്ലൂർ ന്യൂക്കട്ട് നമ്മുടെ നാടിൻ്റെ ജീവനാഡിയാണ്. തിരക്കു പിടിച്ച ജീവിതത്തിൽ നിന്ന് അല്പം ആശ്വാസം തേടുന്നവർക്ക് ഇടം ഒരു സ്വർഗമാണ്. ഈ മനോഹരമായ വിനോദസഞ്ചാര കേന്ദ്രത്തെ ലോകത്തിന് മുന്നിൽ ഉയർത്തിക്കാട്ടാൻ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. എന്നാൽ അതോടൊപ്പം തന്നെ ഈ സൗന്ദര്യ ആസ്വാദനത്തിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇവിടുത്തെ ജലാശയങ്ങൾ അത്യന്തം അപകടം പിടിച്ച സ്ഥലമാണ്. പാറ ഇടുക്കുകളായതുകൊണ്ട് ജലത്തിൻ്റെ ആഴം പലപ്പോഴും നമുക്ക് ചിന്തിക്കാവുന്നതിൻ്റെ അപ്പുറത്തേക്ക് പാറ ഇടുക്കുകളാണ് ജലത്തിൻ്റെ അടിയിൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുളിക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇറങ്ങുമ്പോൾ വെള്ളത്തിലിറങ്ങുന്നത് വളരെ അപകടകരമായിട്ടാണ് ഇവിടെ ഇതിനോടകം തന്നെ നിരവധി ജീവനുകൾ നഷ്ടമായിട്ടുണ്ട്.